ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് റബ്ബിൽ അവൽ 12 നബിദിനം. നമ്മളെ തളങ്കര നാട്ടിലേക്ക് ഭയങ്കര സ്പെഷ്യൽ അത്. ഞങ്ങൾ തളങ്കരക്കാർ ഭയങ്കരത്തിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും ഞങ്ങൾ മുമ്പ് വേറെ സ്ഥലത്തുണ്ടെങ്കിലും ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഉണ്ടാവും. രാവിലെ എത്തും, ഭയങ്കര വൈബ് ഇവിടെ ഫുള്ള് ഡെക്കോർ ആക്കിയിട്ടും സ്വീറ്റ്സ് കൊടുക്കുന്നതും അങ്ങനെ നല്ല നല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ തളങ്കരയിൽ ഉണ്ടായതുകൊണ്ട് വേണം ഞങ്ങൾ ലേറ്റാണ് അടുത്തേക്ക് പോകാനില്ല. ഞങ്ങൾ വേറെ അടുത്ത് ഉണ്ടാകുമ്പോഴേക്ക് രാവിലെ എത്തുന്നുണ്ടായിന്. അപ്പോൾ ജാഥ ഫുള്ളായിട്ട് കാണുന്നുണ്ടായിരുന്നു. തളങ്കരയിൽ തന്നെ ആകുമ്പോഴേക്ക് ഉറങ്ങിയിട്ട് എണിച്ചിട്ടില്ല, ലേറ്റായിട്ട് ജാഥ പകുതിയും കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇന്നും നോക്കൂ 8 മണിക്കെല്ലാം തുടങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞല്ലേ. 9 മണി കഴിഞ്ഞ് ഷെസ്ലാനെ രാവിലെ എണിപ്പിച്ചതുകൊണ്ട് തന്നെ ഇല്ല ഇപ്പം കരയുന്നുണ്ട്. ഇത് പോവാ പറഞ്ഞിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഔട്ട്ഫിറ്റ് അതിൻ്റെ ഔട്ട്ഫിറ്റെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ അപ്പോൾ നമ്മൾ ഇപ്പം ലേറ്റ് ആയിട്ടുണ്ട്. നോക്ക് നമുക്ക് ജാഥ കാണോ ഇല്ലേ എന്തെന്നല്ലോ. ഭയങ്കര റഷ് ബ്ലോക്ക് എല്ലാം ഉണ്ടാകുന്നു. എന്തെങ്കിലും ഇതും ഒരു വൈബ് തന്നെ. അപ്പം അതും ഞാൻ കാണിച്ചു തരാം. കുറേ പ്രോഗ്രാംസ് അതെല്ലാം ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ എന്തിനു ഇതൊന്നും അറിയില്ല, പക്ഷെ നമ്മ പുതിയ ഡ്രസ്സെല്ലാം ഇടും. ഒന്നല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും പുതിയ ഡ്രസ്സ് ഇടും. അത് പണ്ടേ മുതലുള്ള ആ ഒരു ബാഡ് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ പുള്ളി ഡ്രസ്സും എല്ലാം വരുന്ന വിശേഷമല്ലോ നിങ്ങൾക്ക് കാണാം. കീപ് വാച്ചിങ്. ഷസാമിനെ റെഡിയാക്കിയിട്ട് ഫസ്റ്റ് എടുത്തിന് ഓനെ രാവിലെ എണിപ്പിച്ച് കുളിപ്പിച്ച് ഓനെ റെഡിയാക്കിയിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിരുത്തി. ഷെസ്ലാന് എൻ്റെ ഉപ്പ ഇടിങ്ങ് പോയാറുണ്ടോ ഓനെ ഇളക്കിയിട്ടില്ല. ഈ ഉപ്പാൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു, അനങ്ങുന്നില്ല. കാരണം ഉപ്പ റെഡി ആയിട്ടുള്ളതല്ലേ. സോക്സ് എല്ലാം ഓനെൻ്റെ കൊണ്ട് കൊടുക്കൽ ഏടെ ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കൂ പോവാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഓനിക്കൊക്കെ കുർത്ത ഇത് ഇട്ടിട്ടുണ്ടായത്. ഓനിക്ക് ഇന്നലെ രാത്രി പോയിട്ട് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. എനിക്ക് ഷർട്ട് വാങ്ങിയിട്ടുണ്ടായത് ഞങ്ങളുടെ സൈഡിൽ കൊടുക്കുക. പിന്നെ ഞാൻ വിചാരിച്ച് എൻ്റെ മൂത്ത കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഷെസ്ലാന് കുർത്ത കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് ഇടാലോ എന്ന്. അപ്പോൾ വലുതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്പോൾ എനിക്കത് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയി. ഇട്ട് നോക്കി ചെറുതാക്കണമെന്നില്ലിട്ട് ജസ്റ്റ് ഓൾട്ടർ ചെയ്യണമായിട്ട് എന്താക്കേണ്ട വന്നിട്ട് എല്ലാം പെർഫെക്റ്റ് ഫിറ്റിങ്ങിൽ തന്നെ ഉണ്ടായത്. നമ്മൾ ഇങ്ങനെ കുറേ ഡ്രസ്സ് എടുത്ത് വെച്ചെങ്കിലേ പയ്യെ ചെറുതാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്കാക്കി നോക്കണം പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണെന്ന്. അങ്ങനെ ഞങ്ങൾ പോരേന്ന് ഇറങ്ങിയത് ഷെസാമൻ്റെ മടിയിലുണ്ട്. അങ്ങനെ നമ്മൾ ജാഥ നോക്കാൻ ഇറങ്ങി. നമ്മൾ ഇങ്ങനെ ചില നബിദിന ജാഥ നോക്കാൻ പോരേന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പുരേന്ന് ഇറങ്ങി. ഭയങ്കര റഷാണ്. ഞങ്ങൾക്ക് പുരൻ്റെ റോട്ടിലേക്ക് തന്നെ ഇറങ്ങുന്നുണ്ടായിട്ട് അങ്ങനെ റഷ് ഉണ്ടായത്. ഏകദേശം 9:30 ജാഥ തുടങ്ങുന്ന ഏകദേശം 8 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാകുന്നു. എന്നിട്ടും ഭയങ്കര റഷ്. ഇതെല്ലാം ഇങ്ങനെ പുള്ളോ ആ ഒരു സ്റ്റിക്ക് പിടിച്ചിട്ട് പോകുന്നല്ല ഷെസ്ലാൻ നോക്കുന്നെല്ലാം ഉണ്ട്. ഇങ്ങനെ പോരേന്ന് സ്റ്റിക്ക് കിട്ടിയെങ്കിൽ അങ്ങനെ കുത്ത പിടിച്ചിട്ട് പോകും. ഓനെന്തൊക്കെ കണ്ടെങ്കിലേ അങ്ങനെ ആക്കുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയെല്ലാം ചെയ്യും. എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ടായിന്. ഇതെല്ലാം ഇതിന് പൊറുക്ക് വന്നിട്ട് എല്ലാവരും സെറ്റാക്കും. ഇങ്ങനെ ചെയ്യും. ഓരോരിടത്ത് ഇങ്ങനെ ജ്യൂസും ലഡും എന്തെല്ലാം സാധനവും എല്ലാ സ്വീറ്റ്സ് എന്തെല്ലാം കൊടുക്കും. അങ്ങനെ ഞമ്മും ഇറങ്ങി. എന്നിട്ട് ഫസ്റ്റ് ഷെയ്ൻ്റെ ഉമ്മാനെ കൂട്ടാൻ പോകാണ്ടായിന്ന്. ഇങ്ങനെ ജസ്റ്റ് റാലി നോക്കാൻ പോവാൻ. ഫസ്റ്റ് റാലി നമ്മൾ കണ്ട് ഇതിങ്ങനെ ഡ്രസ്സും എന്തോ ഒരു ചീൽ എന്തോ ഒരു വൈബ്. ഇത് ഇങ്ങനത്തെ ഓരോരോ കളർ ഡ്രസ്സും ഓരോ മോഡലെല്ലാം കാണാൻ നല്ല ചീലുണ്ടായിന് ഫസ്റ്റത്തത്. നമ്മൾ പോകുമ്പോഴേക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിട്ട. അങ്ങനെ ഇത് നമ്മളെ കണ്ടെത്തിലത്തെ തോന്നുന്നു. കണ്ടിട്ട് ഡ്രസ്സിങ് എല്ലാം കണ്ടിട്ട് എനിക്കത് തോന്നുന്നു. അങ്ങനെ ആടുന്ന അനങ്ങുന്നില്ല, കാർ അനങ്ങാൻ പറ്റുന്നില്ല, അമ്മാതിരി ബ്ലോക്കായിട്ട്. അതിൻ്റെ ഇടയിൽ ദൈന്യം കണ്ടിട്ട് കാണാത്ത കണക്ക് നടന്നിട്ട് അറിയുന്ന കുറേ ആൾക്കാരെ കാണും. അങ്ങനത്തെ ഒരു ദിവസം ഇത് എല്ലാവരും തളങ്കരിലത്തെ എല്ലാവരും ഒന്നല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ദീനാറ് അല്ലെങ്കിൽ ഗസാലിയിലായിട്ട് ഇങ്ങനെ കുറേ ആൾ നിന്നിട്ടുണ്ടാവും. നമ്മൾ പിന്നെ ഇങ്ങനെ ജാഥക്ക് അതായത് കാറിൽ നമ്മൾ ഇങ്ങനെ പറയാം നമ്മൾ കാർ റാലി പോകുന്നതെന്ന്. അതുപോലെ നമ്മൾ എല്ലായിടത്തേക്കും ഇങ്ങനെ പോകുന്നുണ്ട് കാറിൽ തന്നെ. മറ്റേ ചാലിൽ ശരിക്കും കാർ ഒഴിവാക്കി ഇങ്ങനെ ട്രാഫിക് അതും കുറയും, നല്ല വൈബ് ഉണ്ടാവും. മാത്രം നമ്മൾ ഇപ്പം ഇങ്ങനെ പോയി അത്ര തന്നെ. അപ്പോൾ ഇവിടുന്ന് എന്തോ ഒരു ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടതിന്. നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങി. നല്ല നല്ല സാധനമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ലോക്കലൊന്നുമല്ല, നല്ല നല്ല ഐറ്റംസാണ് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഓരെൻ്റെ കയ്യിൽ തന്നത് ഫസ്റ്റത്തെ സാധനം വാങ്ങിയിട്ടെടുത്ത് അങ്ങനെ നമ്മൾ നേരെ ഗസാലിയിലേക്ക് എത്തി. ഗസാലിയിൽ ദഫ് നടക്കുന്നുണ്ട്. പിന്നെ പാട്ടൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ആക്കുന്നില്ല, കാരണം എനിക്ക് കോപ്പി റൈറ്റ് അടിക്കും. അതുകൊണ്ട് പാട്ട് ആഡ് ആക്കാത്ത ഞാൻ കാണിച്ചു തരാം. ദഫ്
അങ്ങനെ കുറേ ദഫ ഒന്നും കണ്ടിട്ടില്ല, കുറച്ച് തന്നെ കണ്ടിരുന്നത്. പിന്നെ അങ്ങനെ നിർത്തിയിട്ട് നോക്കാനും കഴിയില്ല, വണ്ടി അപ്പൻ ബാക്കിൽ ഹോർൺ അടിക്കും, ഭയങ്കര ട്രാഫിക്കാന്നല്ലേ. അങ്ങനെ ഇതാണ് നമ്മളെ തളങ്കര നാട്, നാടും വൈബും. പിന്നെ ഉറൂസിനും ഇതേപോലത്തെ ഭയങ്കര മിസ്സാണ്. ഉറൂസും ഈ നബിദിനെല്ലാം ഭയങ്കര നമുക്ക് നല്ലൊരു വൈബാണ്. പിന്നെ നമ്മൾ ആടുന്ന് എവിടെ ഇറങ്ങിയിട്ടാണ് കാറിൽ തന്നെ ഫുള്ള് പോയത്. ഇത് നമുക്ക് നിർത്താൻ വരെ പറ്റില്ല, നിർത്തിയെങ്കിൽ അപ്പോൾ ബാക്കിൽ നിന്ന് വലിയ ഹോർൺ ഉണ്ടാവും. അങ്ങനെ ഇവിടെ ആപ്പിളെല്ലാം കൊടുക്കുന്നുണ്ട് അതിന്. അവിടെ എപ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് ഇപ്പം ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയാണ് കൊടുക്കലുണ്ടായത് എല്ലാ നബിദിനത്തിനും. പിന്നെ ഞാൻ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറുങ്ങനെ ടയർഡ്നെസ് ഫീലായി, കാരണം ബെയിൽ നല്ല ഊണ് കുത്തുന്നായിട്ട്. ഷെസ്ലാന് ഓരോരിടത്ത് കാണുമ്പോൾ ഷെസ്ലാനും കൈ നീട്ടുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നത് കണ്ടിട്ട്. ഓനിക്ക് നല്ല മജായി. ഇനി എല്ലായിടത്തും പോകുമ്പോഴേക്കും ഓന് കൈ നീട്ടിക്കൊണ്ട് നിൽക്കുവാന്നോ, എല്ലാവരും സാധനം കൊടുക്കും പറഞ്ഞിട്ട്. ഇങ്ങനെ പുറത്തേക്ക് ചെയ്യാനെല്ലാം എന്തെല്ലാം കളിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇടുന്നത് ഇങ്ങനത്തെ വേഫേഴ്സ് കിട്ടി, അതൊക്കെ നല്ല കോണായും വിചാരിച്ചിന്. ഈ നമ്മൾ ഈ ജാത കൈകളോ എനിക്ക് അത് കൊടുത്തിട്ടാണ് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് നല്ല പാങ്ങൽ തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടിന്. പിന്നെ ഇടുന്ന് നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജ്യൂസ് ചെയ്യില്ലെങ്കിൽ നല്ല കട്ടിപ്പാലും നല്ല തണുത്തിട്ടില്ലേ, ഇങ്ങനെ തൈരായും ചെലുത്തി ഇതൊന്ന് കുടിച്ചിട്ട് അമ്മനെ നല്ല സെറ്റായിന്. പിന്നെ പുള്ളല്ല ദഫ് കളിച്ചിട്ട് ജ്യൂസെല്ലാം കുടിച്ചിട്ട് പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ഞമ്മ കാറിൽ ഇരുന്നിട്ട് നമുക്ക് ബനാന്ന, പിള്ളേർക്ക് എത്ര ബനാന്നുണ്ടാവും. അങ്ങനെ ആടെ എന്തെല്ലാം പിള്ളേർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ ഈ കാറിൽ പോകുന്ന ഞമ്മക്കല്ല തരേണ്ടത്, ഈ ജാഥക്ക് പോകുന്ന പിള്ളേർക്കാണ് അത് ശരിക്കും കൊടുക്കൽ. നമ്മൾ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ നമുക്ക് തരുന്നത് മാത്രം. അത് പണ്ടേ വെക്കും. പണ്ടും ചെയ്യില്ലെങ്കിൽ നമ്മൾ വേറെ എടുത്തുണ്ടായത് ആടുന്ന അടുത്തേക്ക് വന്നതല്ലേ. അപ്പോൾ എൻ്റെ അളിയൻ എല്ലായിടത്തേക്ക് കൊണ്ടുപോകും. സ്കൂട്ടറിൽ ഞാൻ പോവില്ല, ഫ്രണ്ടിൽ ഞാനിരിക്കും, ബാക്കിൽ എൻ്റെ ബ്രദർ ഇരിക്കും. എന്നിട്ട് നമ്മൾ എല്ലായിടത്തേക്ക് റൗണ്ട് ഇടും. എല്ലായിടത്തുനിന്നും ഒരു 2-3 കവർ വേണ്ട വരും ആ റാലിക്ക് പോയിട്ട് വരുമ്പോൾ. സാധനം ഒരാൾക്ക് കിട്ടുന്നത് എത്ര സാധനം കിട്ടുന്നുണ്ട് അതിന്. അങ്ങനെ വൈബ്, അങ്ങനത്തെ വൈബ് ഒരിക്കും നമുക്ക് ബൈലോട്ട് കിട്ടിക്കിട്ട് ആ ഒരു വൈബ് അത് വേറെ തന്നെ. അല്ല എല്ലായിടത്തേക്കും കൊണ്ടുപോകും, ഒരു സ്ഥലം വെച്ചൊക്കെയല്ല എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നുണ്ട് അതിന്. അപ്പോൾ നല്ല മജ ഉണ്ട് അതിന്. അങ്ങനെ നമ്മൾ എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അവിടെ തപ്പുള്ളത് ഇങ്ങനെയല്ല പായുന്നുണ്ട്. ഇതെല്ലാം ഷെസ്ലായിട്ട് ഭയങ്കര കൗതുകൊണ്ട് നോക്കുന്നുണ്ട്, എന്താക്കുന്നത് ഈ പുള്ളോന്ന് എല്ലിയിട്ട്. ശരിക്കും എന്തോ ഒരു ചെയ്യല ചെറിയ ചെറിയ പുള്ളന്മാർ, അതും ഓരോ ഡ്രസ് കോഡ് കൂടി ആയിട്ടാകുമ്പോൾ ഇല്ലേ ഭയങ്കര ചെയ്യൽ കാണാൻ. എന്തോ ഒരു വൈബ് പിള്ളേർക്ക് പെരുന്നാൾ പോലെ തന്നെ. ഞാൻ നോക്കും പുതിയ ഡ്രസ്സെല്ലാം ഇടും, നമുക്ക് എന്തിനെന്നറിയില്ല എന്തോ ഒരു വൈബ്. പിന്നെ ഈ ഒരു സ്ഥലത്തൊന്നില്ല നല്ലൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിന്. അത് നല്ല ഉണ്ടായിരുന്നു, നല്ലൊരു പാക്കറ്റ് ജ്യൂസായിട്ട് അതും കൂടി നല്ല ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഇല്ലേ ചെമ്മനാട് കൂട്ടിയിട്ടുണ്ടായിന് പെട്രോൾ അടിക്കാൻ. ടൗണിലുണ്ടായ പെട്രോൾ പമ്പ് ക്ലോസ് ഉണ്ടായിന്. പിന്നെ ടൗണിലെന്തോ ഇതേയില്ല, ടൗണിലെ ഉറങ്ങിപ്പോയിന്ന് പാടാൻ വെച്ചല്ല, എന്തൊരു തിരക്കും അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടാ. നമുക്ക് തളങ്കര ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുന്നുണ്ടായിട്ടാ. അങ്ങനെ പെട്രോളെല്ലാം അടിച്ചിട്ട് റിട്ടേൺ അതിൽ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2-3 സാധനം കൊറിയർ ആക്കാൻ പോകുന്നുണ്ട്, മാത്രം റഷ് കാരണം നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെല്ലാം നാളെ ഇൻഷാല്ലാ ഡെലിവറി ചെയ്യണം. പിന്നെ ഒരു കാറ് പണ്ടെന്നില്ലെങ്കിൽ ഒരു കാറ് ഭയങ്കര ഡെക്കറേറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ എന്തോ ചെയ്യില്ല, പണ്ടത്തെ അത്ര ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല തോന്നുന്നു. പണ്ടത്തെ ആ ഒരു കാലം അത് വേറെ തന്നെ ഉണ്ടായത്. അതുമല്ല ഒരു കാറും റിക്ഷയിലോ സെറ്റാക്കുന്നത് നോക്കണം, അത് കാണാൻ എന്തോ ചെയ്യില്ല. പിന്നെ നമ്മൾ ദീനാറിലേക്ക് റിട്ടേൺ എത്തുമ്പോൾ ആടുന്ന് നമുക്ക് ജ്യൂസെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് എന്തെല്ലാം സാധനം ഉണ്ടായിന്, അതൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. കുറേ അടുത്ത് നമ്മൾ വാങ്ങിയില്ല, കാരണം വയറ് ഫില്ലായില്ലേ ഇനി എടുത്തേക്ക് ഇതെല്ലാം പോന്നീന്ന്. അങ്ങനെ ഇത് നമ്മളിപ്പോൾ ഉള്ളത് 30 മൈൽസിൽ ആടെ എത്തിയിട്ടുണ്ടായിന്. ഇവിടുന്നാണ് നമുക്ക് ഫസ്റ്റ് നല്ലൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, നല്ല ഉണ്ടായിന്. ഷെയ് കിടന്നിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു, ഓന് പോയിട്ട് വന്നിട്ട് ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓന് കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. പിന്നെ എൻ്റെ ഉപ്പാക്കില്ലെങ്കിൽ ഇതെല്ലാം ഭയങ്കര വൈബ്, ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് ഉപ്പാൻ്റെ അതേ ഒരെണ്ണത്തിൽ പണം ഞാൻ വന്നു വെച്ചല്ല, എനിക്കിങ്ങനെ പോകുന്നതും കാണുന്നതെല്ലാം ഭയങ്കര ഇഷ്ടം. എത്ര സമയം പണം ഇരുന്നിട്ട് നോക്കൂ, എനിക്കെല്ലാം ഇങ്ങനത്തെ ഭയങ്കര വൈബ്. നമ്മൾ ഈ എല്ലാ ദിവസത്തിൽ കാത്തിട്ടല്ലോ നിൽക്കും ചെല്ലില്ലേ. അങ്ങനെ ഇതിനൊന്നെല്ലാം ചെല്ലുമ്പോൾ ഒരു പെരുന്നാൻ്റെ ഒരു വെൽസ് കണ്ട കാറും അതിൻ്റെ ട്രാഫിക്കെല്ലാം. ഇതെല്ലാ നാട്ടിൽ നിന്നും കുറേ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു. നമ്മൾ ഈ തളങ്കര നാട്ടിലാണ് ഈ ഒരു പോലീസ് ഉള്ളത്. പിന്നെ നമുക്ക് അടുത്തൊരു ഡ്രസ് കോഡും ആ ഒരു സെറ്റപ്പും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. പിന്നെ കുറേ ദഫൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങ് നമുക്ക് കുറേ ദഫെല്ലാം കളിക്കുന്നത് കാണലുണ്ട് ഇതിലങ്ങനെ കണ്ടിട്ടാ.
ഈ ഒരു സ്ഥലത്താണ് എല്ലാ ദഫും വന്നിട്ട് കളിക്കൽ. പിന്നെ അവിടെ ട്രോഫിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിട്ട് മദ്രസക്ക് കൊടുക്കാനുള്ളത്. ഓരോ മദ്രസക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിട്ടുള്ള ആ ട്രോഫിയാണ് കാണുന്നുള്ളത്. അതെല്ലാം എനിക്ക് തോന്നുന്നു രാത്രിയും തോന്നും അതിൻ്റെ ആ കോമ്പറ്റീഷനെല്ലാം. അങ്ങനെ അതെല്ലാം മദ്രസയിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഓർക്ക് ഏറ്റവും പെരുന്നാൻ്റെ ആ ഒരു വൈബ് തന്നെയും തോന്നും. ഇത് നമ്മൾ പിന്നെ ഈ കാറിൽ പോകുന്ന ഇതും അല്ലാത്ത ഈ പിള്ളേർക്ക് മുന്നേ പ്രാക്ടീസും എല്ലാം നമുക്ക് ഓർക്കൊരു പൊലിസല്ലേ. അങ്ങനെ നമ്മൾ വിചാരിച്ച് നേരെ ഒന്ന് പടിഞ്ഞാറ് കൂടി റൗണ്ട് അടിക്കാമെന്ന്. ബാക്കി എല്ലാ തലങ്കരയിൽ എല്ലായിടത്തും റൗണ്ട് അടിച്ചിട്ടെല്ലാമായി. പടിഞ്ഞാറും കൂടി നോക്കാമെന്ന്. പടിഞ്ഞാറ് എന്ത് വൈബ് എന്ത് കഥയെന്നെല്ലാം നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ താസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾക്ക് ആടുന്ന നല്ല ലിറ്റിൽ ഹാർട്ട്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട് തന്നെ, നമ്മളെ സ്ഥലം ഇങ്ങോട്ട് തന്നെ. അങ്ങനെ ആടുന്ന ആ സാധനം കൂടി കിട്ടിയിട്ടുണ്ടായി. പിന്നെ ജ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കിട്ടിയ ജ്യൂസിൽ നല്ല കട്ടി ജ്യൂസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷീസി കുടിക്കാത്തതുകൊണ്ട് 2 ഗ്ലാസ് ഞാൻ ഒറ്റയ്ക്ക് കുടിച്ച് തീർത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ത് നല്ല ടയർഡായതെല്ലാം ഒന്ന് സെറ്റായി. ഞാൻ നല്ല ഉണ്ടായി. നമ്മുടെ നാട്ടുകാർ ഉസ്സാറാക്കി. പിന്നെ പടിഞ്ഞാറ് പോയിട്ട് ആകുമ്പോഴേക്കില്ലേ നമുക്കിങ്ങനെ നല്ല കുറേ കന്തൂർ ഇട്ടിട്ട് കുറേ പിള്ളമാർ പോകുന്നൊക്കെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു മജയുണ്ട്. നല്ലതാ ഈ ഒരു വൈബിൽ പോകുന്നുണ്ട്. അങ്ങനെ റിട്ടേൺ പോയിക്കെത്തി. ഇതെൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായത് ഞങ്ങൾക്ക് നേരെ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടോപ്പ് ഇട്ടത് പുതിയത് നെല്ലിയിട്ട് ഞങ്ങൾക്ക് ഒരു ടോപ്പും കൂടെ ഇടണം ഒരു സമാധാനത്തിന്. അപ്പോൾ ഷസ്ലാൻ വന്നിട്ട് ഭയങ്കര പിക്രാക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ കിട്ടിയ സാധനം കൂടി നിങ്ങൾക്ക് എന്തെന്ന് കാണിച്ചു തരാം. എന്തെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു പകുതി അതെല്ലാം തുന്നിയിട്ടും തീർത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഐറ്റംസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ജ്യൂസും അങ്ങനത്തെ എല്ലാം. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു വീഡിയോ ഇനി മിനിറ്റിൽ തന്നെ ബൈ.